ഒരു എക്സാം ആണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. ഇതുകൂടെ അടിച്ചു പൊളിച്ച് എഴുതിയാൽ 10 ദിവസം എന്ത് ചെയ്യാം, സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്യാം. അപ്പൊ നാളത്തെ സോഷ്യൽ എക്സാമിന് ഇതാ അടിപൊളിയായിട്ട് ചോദിക്കാൻ പോകുന്ന ഷുവർ ക്വസ്റ്റ്യൻ ഫ്രം ചാപ്റ്റർ 1 and 2 ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ മിഡീവൽ ഇന്ത്യ എന്ന ചാപ്റ്ററിലും മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് എന്ന ചാപ്റ്ററിലും ഇത്ര കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഏതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ 2 ചാപ്റ്റേഴ്സിൽ നിന്നും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പൊ മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഉറപ്പിക്കാൻ മക്കളെ ഒരു സംശയമില്ല, അക്ബറിനെ കുറിച്ചിട്ട് ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അദ്ദേഹത്തിന്റെ മതസഹിഷ്ണുത, അതായത് റിലീജിയസ് ടോളറൻസിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ എന്തെങ്കിലും ചോദിക്കും, ഫീച്ചേഴ്സ് വെച്ചിട്ട് ചോദിക്കും, അതായത് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചിട്ടും ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ അക്ബറിനെ കുറിച്ചിട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ അവിടെ എഴുതേണ്ടത് എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിൻ ഇലാഹിയാണ് അല്ലെ, അദ്ദേഹത്തിന്റെ വിഷണറി റിലീജിയനെ കുറിച്ചിട്ട് എഴുതണം. അതിന്റെ ദർശനം എന്ന് പറയുന്നത് പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം എന്നാണ്. ആൻഡ് ഓൾസോ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടാക്സ്, ജസിയ എന്ന ടാക്സിനെ അബോളിഷ് ചെയ്തിട്ടുണ്ട്, ആ കാര്യം കൂടെ എഴുതാം. പിന്നെ ഇബാദത്ത് ഖാനയുടെ എഴുതിയാല് സംഗതി സെറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് മുഗൾ ആർമിയെ കുറിച്ചിട്ടും അതേപോലെ വിജയനഗര ആർമിയെ കുറിച്ചിട്ടാണ്. അപ്പൊ മുഗൾ ആർമിയുടെ പേരെന്തായിരുന്നു? മാൻസബ്ദാരി സിസ്റ്റം. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. അതേപോലെ തന്നെ മുഗൾ ആർമി ആയിട്ടുള്ള അമരനായക സിസ്റ്റം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കേണ്ടത് രണ്ടിന്റെയും അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്ന്. സുബ സർക്കാർ, പരിഗാണ ഗ്രാമയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അതുകൂടെ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. പ്ലസ് നാളെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ വിജയനഗരയിലേത് കേട്ടോ. അപ്പൊ ഇവിടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അവിടുത്തെ ടാക്സും ട്രേഡുമാണ്, കച്ചവടവുമാണ്. അപ്പൊ അവിടുത്തെ കച്ചവടത്തിൽ നമ്മൾ കുതിരകളെയാണ് കച്ചവടം ചെയ്തത്, കുതിര ചെട്ടികൾ ഉണ്ടെന്നൊക്കെ പഠിച്ചില്ലേ, ആ കാര്യമൊക്കെ എന്ത് ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് നല്ല വൃത്തിക്ക് അങ്ങ് എഴുതി വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മധ്യകാല ഇന്ത്യ, മിഡീവൽ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ചാപ്റ്റർ 2 എന്തൊക്കെയാ നോക്കേണ്ടത് നോക്കിയാലോ? യെസ്, ചാപ്റ്റർ 2ലേക്ക് പോകുമ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്താ അറിയാം, ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഈ ഒരു പോർഷൻ നിന്നുണ്ടാവും. ഇവിടെ നമുക്കറിയാം ആൽവാഴ്സിനെ കുറിച്ചും നായനാസിനെ കുറിച്ചിട്ടും പഠിച്ചിട്ടുണ്ട്. ആൽവാഴ്സ് വി വെച്ചിട്ട് വിഷ്ണു ഭക്തരാണെന്ന് മനസ്സിലാക്കുക, നായനാസ് എന്ന് പറഞ്ഞാൽ ശിവഭക്തരാണ്. ഇവരുടെ രചനകൾ ഏതൊക്കെയാണ്? 4000 ദിവ്യപ്രബന്ധവും തിരുമുറൈകളും. അപ്പൊ 4000 ദിവ്യപ്രബന്ധം ആരുതാണ്? ആൽവാഴ്സിൻ്റെതാണ്. തിരുമുറൈകൾ നായനാർസിൻ്റെതാണെന്ന് പഠിച്ചു വെക്കുക, ഉറപ്പിക്കാം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അതേപോലെ തന്നെ കർണാടകയിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വന്തം ബസവണ്ണയെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. യെസ്, അപ്പൊ ബസവണ്ണയെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ വീരശൈവ മൂവ്മെന്റ്, അനുഭവ മണ്ഡപം. ഓക്കെ, ഷുവർ അനുഭവ മണ്ഡപത്തെ കുറിച്ചിട്ടല്ലേ എല്ലാ ആളുകളും ഒത്തൊരുമിച്ചിട്ട് ഒരു ഡിസ്കഷൻ ഒക്കെ നടന്ന വേദിയാണ് അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചോദ്യവും ചോദിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഇതുകൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇനി കബീർ ഗുരു നാനക്കിനെ കുറിച്ചിട്ട് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുവാണെങ്കിൽ ചോദിക്കുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഭക്തി മൂവ്മെന്റില് സ്ത്രീകളുടെ, വുമൻസിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഈ 4 പേരുകൾ നിങ്ങൾ എഴുതാൻ മറക്കരുത് കേട്ടോ. ഒന്നാമത്തത് മീരാബായി ആണ്. മീരാബായി എന്നെ എഴുതുമ്പോൾ നിങ്ങൾ എന്തുകൂടെ ഓർക്കണം അവിടെ? യെസ്, നമ്മളുടെ കൃഷ്ണഭക്തിയാണ്. അതുകൊണ്ട് കൃഷ്ണ ഭജന എഴുതിയിട്ടുള്ള കാര്യം കൂടെ അവിടെ എഴുതി വെക്കുക. പിന്നെ കരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ, അക്ക മഹാദേവി, ഈ 4 പേരുകൾ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ വരികയാണെങ്കിൽ മാർക്ക് അവിടെ വീണു. ഓക്കെ, യെസ്. ഇനി അടുത്തത് നമ്മുടെ സൂഫി മൂവ്മെന്റിലേക്ക് കടക്കുമ്പോൾ, സൂഫി പ്രസ്ഥാനത്തിലേക്ക് കടക്കുമ്പോൾ എന്തിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്? ആത്മീയ ജീവിതത്തിനാണ്, സ്പിരിച്വൽ ലൈഫിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അവരുടെ ആഡംബരത്തിന്, ലക്ഷറീസിനൊന്നും ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? അവരുടെ ഫോളോവേഴ്സിന്റെ പേരെന്താണ്, അവരുടെ ലീഡേഴ്സിന്റെ പേരെന്താണെന്നായിരിക്കും. ഓക്കെ, അപ്പൊ സൂഫി ലീഡേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിർ എന്ന് വിളിക്കുന്നത്. സൂഫി ഫോളോവേഴ്സും ചോദിക്കും. അപ്പൊ സൂഫി ഫോളോവേഴ്സിനെ എന്താണ് വിളിക്കുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ഭക്തി സൂഫി മൂവ്മെന്റിന്റെ ഇമ്പാക്ട് എന്താണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രദർഹുഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനയിലെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരുപാട് കോൺസെപ്റ്റ് നമ്മൾ ഭക്തി സൂഫി മൂവ്മെന്റിൽ നിന്നാണ് എടുത്തത്. ഈ കാര്യങ്ങൾ മാത്രമാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടതുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്ററിൽ നിന്ന് നാളത്തെ എക്സാം പേപ്പറിൽ നിങ്ങൾക്ക്
കാണാൻ പറ്റുന്നത്. അപ്പൊ മറക്കണ്ട, സൂഫി ഫോളോവേഴ്സിന്റെ പേര് എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഒപ്പം തന്നെ ഈ ഒരു ഓണം എക്സാം കയ്യിൽ പോയെന്ന് വിചാരിക്കുന്നവര് ഇനിയും മുമ്പോട്ട് നമുക്ക് എക്സാംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനിയും നിങ്ങൾക്ക് എജുപോണിന്റെ കൂടെ നിന്നിട്ട് അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. August 26 ബാച്ച് ക്ലോസ് ചെയ്യും. അതായത് ഈ ഒരു ഓഫറോട് കൂടി ക്ലോസ് ചെയ്യും. പിന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2999 രൂപ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വെറും 1799 രൂപക്ക് ബാച്ചിലെ എല്ലാ ഫീച്ചേഴ്സും ഒരു വർഷത്തേക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ നോട്ട്സ് കിട്ടാനും താഴെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കേട്ടോ. ഇപ്പൊ പൈസ അടിച്ചില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല, രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നാളത്തെ എക്സാമിൻ ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.